മോശപ്പെട്ട സാധനം കാണാതിരിക്കുക, മോശപ്പെട്ടത് കേൾക്കാതിരിക്കുക, മോശപ്പെട്ടതിലേക്ക് പോകാതിരിക്കുക. ഗീബത്ത് പറയാൻ പാടില്ല. ഗീബത്ത് കേൾക്കാൻ പാടുണ്ടോ? ആവില്ല. ഗീബത്ത് പറയാൻ പാടില്ല എന്നുള്ളത് ശരി തന്നെയാണ്. എന്നാൽ ആരെങ്കിലും ഒരാൾ ഗീബത്ത് പറയുകയാണെങ്കിൽ അവിടെ ഇങ്ങനെ ചിരിച്ചാണ് നിന്ന് കേൾക്കാൻ പാടുണ്ടോ? ആവും പാടില്ല. അവിടെ തന്നെ പോകാറുണ്ട്. നുണ പറയാൻ പാടില്ല. എന്നാൽ നുണ കേൾക്കാൻ പാടുണ്ടോ? ഇല്ല. അത് രാഷ്ട്രീയ ഹാസ്യ കഥാപ്രസംഗമാണെങ്കിലും ശരി, നുണ പറയാനും പാടില്ല, നുണ പറഞ്ഞ കേൾക്കാനും പാടില്ല. പറയാൻ പാടില്ലാത്തൊരു കാര്യം കേൾക്കാൻ പാടില്ല. ചീത്ത പറയാൻ പാടില്ല, അപ്പം ചീത്ത കേൾക്കാനും പാടില്ല. ലൈസൽ മുഅ്മിനു ബിത്ത്ആനി വലൽ ലആനി വലൽ ഫാഹിഷി വലൽ ബദീ ഹബീബുനാ റസൂലുള്ളാഹി. ലൈസൽ മുഅ്മിനു, മുഅ്മിനായ മനുഷ്യനല്ല, ബിത്ത്ആനി, കുത്തുവാക്കുകൾ പറയുകയില്ല, വേറെ മനുഷ്യന്മാരെ മേത്തുകൊള്ളുന്ന വർത്താനം പറയില്ല. വലൽ ലആനി, ശപിക്കുകയുമില്ല, പണ്ടാറക്കാലം ചത്തുപോട്ടേന്ന് മൂമിയും പറയില്ല, ശപിക്കുകയില്ല. വലൽ ഫാഹിഷി വലൽ ബദീ, മോശമായ കാര്യം പ്രവർത്തിക്കുകയോ മോശമായത് പറയുകയോ ഇല്ല. മുഅ്മിനായ മനുഷ്യൻ അരക്കെന്ന് കീഴ്പ്പെട്ടുള്ള വർത്താനം പറയില്ല. ഒരു മുഅ്മിൻ പറയണ വർത്താനമല്ല അത്. അപ്പോൾ പറയാൻ പാടില്ല. എന്നാൽ വേറെ ആരെങ്കിലും പറയുകയാണെങ്കിൽ കേൾക്കാൻ പാടുണ്ടോ? കേൾക്കാനും പാടില്ല. പറയാൻ പാടില്ലാത്തൊരു സാധനം കേൾക്കാൻ പാടില്ല. ഇതന്നെ അൽ ഐനാനി സിനാഹുമാ അന്നദറു ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. റമളാൻ മാസമാണല്ലോ. റമളാൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കരിച്ചു കളയുന്ന മാസം എന്നാണ്. അതൊരു ശുദ്ധിയാക്കലാണ്, കരിക്കൽ, റേഡിയേഷൻ. കരിക്കണതിൻ്റെ പേരാണ് റേഡിയേഷൻ. റേഡിയേഷൻ ചെയ്യുമല്ലേ നമ്മൾ. ക്യാൻസർ ഉണ്ടായാൽ എല്ലാ ചികിത്സയും പരാജയപ്പെട്ടാൽ അവസാനം ചെയ്യുന്നതാണ് റേഡിയേഷൻ. ക്യാൻസർ സെല്ലുകളെ കരിച്ചു കളയുക. റമളാൻ റേഡിയേഷൻ്റെ മാസം, കരിക്കണ മാസം. എന്തിനെ കരിക്കണത്? പാപങ്ങളെ കരിക്കണമെങ്കിൽ കരിക്കാൻ മാത്രം ആദ്യം നമ്മളടുത്ത് ഉണ്ട് എന്ന് തോന്നണ്ടേ. നമ്മളിപ്പോൾ ആരെങ്കിലും കൊന്നിക്കണോ? നമ്മളാരെങ്കിലും കൊന്നോ? നമ്മൾ വ്യഭിചരിച്ചോ? നമ്മൾ കള്ളുടിച്ചോ? നമ്മളെന്തെങ്കിലും ചെയ്തിക്കണോ? ഇല്ലല്ല. പിന്നെ ഇപ്പം എന്താ കരിക്കാൻ മാത്രമേ ഉള്ളൂ എന്നാണ് നമുക്ക് തോന്നുക. തെറ്റുകളിൽ വെച്ച് ഏറ്റവും വലിയ തെറ്റ് ഗഫലത്താണ്, അശ്രദ്ധയാകുന്നു എന്നാണ്. വാപ്പ കൂടെ ഉണ്ടെങ്കിൽ നമ്മളിങ്ങനെ ബസ് സ്റ്റാൻഡിൽ നിൽക്കുകയെന്ന് വിചാരിക്കുക, കൊണ്ടോട്ടി ബസ് സ്റ്റാൻഡിൽ ഇങ്ങനെ നിൽക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പം ഇങ്ങനെ സിനിമ പോസ്റ്റർ ഒട്ടിച്ചിട്ടുണ്ട് ചോരുമ്മേ. വാപ്പ ഒപ്പുണ്ടെങ്കിൽ പോസ്റ്ററുമൊക്കെ നോക്കാൻ കഴിയൂല, സിനിമ പോസ്റ്ററുമൊക്കെ നോക്കാൻ കഴിയൂല. എത്ര സ്ട്രോങ് ഉള്ള വാപ്പയായിട്ടും കാര്യമില്ല. മൂപ്പര് പെരയിലാണെങ്കിൽ നോക്കാതിരിക്കൂല. വാപ്പ നല്ല സ്ട്രോങ് വാപ്പയാണ്, പക്ഷെ മൂപ്പര് എവിടെയുള്ളത്? പെരയില. വാപ്പ എന്ത് വേണം? കൂടെയുണ്ടാവണം. മനുഷ്യൻ്റെ ഏറ്റവും വലിയ തെറ്റ് അള്ളാഹു കൂടെയുണ്ട് എന്ന വിഷയത്തിൻ്റെ തൊട്ടുള്ള അശ്രദ്ധയാകുന്നു എന്നാണ്. അള്ളാഹു കൂടെ ഉണ്ട്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദറത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാം വന്നു. വെള്ള വസ്ത്രം ധരിച്ച്, യാത്രക്കാരൻ്റെ അടയാളമൊന്നും കാണാതെ വന്നിട്ട് കാലിൻ്റെ മുട്ടോട് മുട്ട് ചേർത്ത് വെച്ച് ഇങ്ങനെ ഇരുന്നിട്ട്, മൽ ഇസ്ലാമു യാ റസൂലല്ലാ, അള്ളാഹുവിൻ്റെ റസൂലെ ഇസ്ലാം എന്താണെന്ന് ചോദിച്ചു. 5 കാര്യങ്ങൾ പറഞ്ഞു. അന്തഷ്ഹദ അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ തുഖീമസ്സലാം, 5 കാര്യങ്ങൾ. അപ്പോൾ പറഞ്ഞു സ്വദഖത, ആ പറഞ്ഞത് ശരിയാണ്, മാർക്ക് കിട്ടും. രണ്ടാമത് ചോദിച്ചു ഒമൽ ഈമാനു യാ റസൂലല്ലാ, അള്ളാഹിൻ്റെ റസൂലെ ഈമാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൽ പറഞ്ഞു അൽ ഈമാനു അൻ തുഅ്മിന ബില്ലാഹി വ മലായികതിഹി വ കുതുബിഹി വ റസുലിഹി. 6 കാര്യങ്ങൾ പറഞ്ഞു. അതിൽ പറഞ്ഞു സ്വദഖത, ശരിയാ പറഞ്ഞത്. മൂന്നാമത് ചോദിച്ചു ഒമൽ ഇഹ്സാനു യാ റസൂലല്ലാ, അള്ളാഹിൻ്റെ റസൂലെ ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചു. അതിൽ പറഞ്ഞു അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക്. അൻ തഅബുദല്ലാഹ, നീ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യലാണ്. കഅന്നക തറാഹു, നീ അല്ലാഹുവിനെ കാണുന്നത് പോലെ അവൻ ഇബാദത്ത് ചെയ്യലാണ്. ഫഇൻ ലം തകുൻ തറാഹു,
യഥാർത്ഥത്തിൽ നീ അവനെ കാണുന്നില്ലെങ്കിലും ഫഇന്നഹു യറാക, അവൻ നിന്നെ കാണുന്നുണ്ടല്ലോ. അതുകൊണ്ട് അള്ളാഹനങ്ങനെ കാണുന്ന മാതിരി ഇബാദത്ത് ചെയ്യലാണ്. പള്ളിക്കന്ന് ദൂരം നിസ്കരിക്കാൻ 5 മിനിറ്റ്, പെരയെന്ന് ദൂരം നിസ്കരിക്കാൻ 2 മിനിറ്റ്. അപ്പോൾ പള്ളിക്കന്ന് ഏറെയുള്ള 3 മിനിറ്റ് ആയിരിക്കായിരുന്നു. അതന്നെ പ്രശ്നം, അതന്നെയാണ് പ്രശ്നം. അള്ളാഹ്ക്കാണെങ്കിൽ 2 5 മിനിറ്റ് തന്നെയല്ലേ വേണ്ടേ, അല്ലെങ്കിൽ 2 3 മിനിറ്റ് തന്നെയല്ല വേണ്ടേ. അങ്ങനെയാണ് ഏറ്റവും എളുപ്പം തറാവി എവിടെ കഴിയാന്ന് നമ്മൾ നോക്കുക. അത് പിന്നെ കുറച്ച് 2 കിലോമീറ്റർ നടന്നിട്ട് അപ്പുറത്തെ പള്ളിയിലാണ് വേഗം കഴിയാച്ചാൽ നടന്നുകൊണ്ട് അങ്ങോട്ട് പോകും. നടക്കണ പണിയുള്ളൂ ഇവിടെ, അത് കണ്ടിട്ട് കാര്യമില്ല. എന്നാലും അങ്ങനെയാണ്, നമ്മളങ്ങനെയാണ് ഇപ്പോൾ. ഞാനും നിങ്ങളും നമ്മളെല്ലാവരും അങ്ങനെയാണ്. നമുക്കിപ്പോൾ ഒക്കെ വേഗം കഴിയണം എന്നുള്ളതാണ്. അങ്ങനെ നമുക്കൊക്കെ 70,000 റമദാൻ മാസം വന്നിട്ടും വല്ല മാറ്റം ഉണ്ടാവുമോ എന്നുള്ളത് സംശയമല്ലേ. ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. മാറണം, ശരിക്ക് മാറണം. കഴിഞ്ഞ വർഷത്തേക്കാൾ ഈ കൊല്ലം മാറ്റമുണ്ടായിരിക്കണം.